+2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയുമില്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് എക്സാം പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്ന് തന്നെ എല്ലാവരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് ഡേറ്റിലോട്ട് ആരും മാറ്റി വെക്കരുത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇനി അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാത്തവരും സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരും അല്ലെങ്കിൽ ഇനി സബ്മിറ്റ് ചെയ്തവരും ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. +2 കഴിഞ്ഞ് ഡിഗ്രി ഏത് കോഴ്സ് എടുക്കും എന്ന് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ കോഴ്സും പ്രിഫർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതായത് അവർക്ക് ഫേവർ ആയിട്ടുള്ള കോഴ്സ് പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടെ ആ ഒരു കോഴ്സിൻ്റെ എന്തൊക്കെ സാധ്യതകളാണ്, അല്ലെങ്കിൽ ആ കോഴ്സ് പഠിച്ചാൽ എന്തൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ആദിൽ സാറിൻ്റെ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ഇത്രയും വേഗം ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ബാച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അസൈൻമെൻറ്റ് ഓൾമോസ്റ്റ് എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ അസൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് എല്ലാവർക്കും അറിയാലോ. അസൈൻമെൻറ്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തവരുണ്ടായിരിക്കും. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പലരും പോസ്റ്റലായിട്ടാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ ട്രാക്കിംഗ് ID നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ട്രാക്കിംഗ് ID വെച്ച് അസൈൻമെൻറ്റ് നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ റിസീവ് ആയിട്ടില്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ ഇനി അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേയിലേക്ക്, അതായത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ ഇരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെയും സബ്മിറ്റ് ചെയ്തിട്ടില്ല, നാളെയാണ് സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നാളെ എന്ന് പറയുന്നത് സാറ്റർഡേ ആണ്. സാറ്റർഡേ പല സ്റ്റഡി സെൻറ്റേഴ്സും വർക്കിംഗ് ആയിരിക്കില്ല. അപ്പോൾ മാക്സിമം ഇന്ന് തന്നെ എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് ആരും വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ മാക്സിമം യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റിൽ തന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ എല്ലാവരും നോക്കുക. ഇനിയിപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. പല സ്റ്റുഡൻസും ചില സബ്ജക്റ്റുകൾ മാത്രമാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. പല സ്റ്റുഡൻസും സബ്മിറ്റ് ചെയ്തിട്ടും ഉണ്ടാവില്ല. നമുക്കറിയാം, പലരും പല തിരക്കുകൾ കാരണമൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും ഇത്തവണ, അതായത് ഈ ജൂൺ ജൂലൈയിൽ എക്സാം എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിസംബർ ജാനുവരി ബാച്ചിൻ്റെ കൂടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും, അതായത് അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് സെയിം ആവണം എന്നില്ല. അപ്പം അതും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം അടുത്ത അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം അതത് സമയത്ത് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഇനിയുള്ള എക്സാമുകൾ. ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആയാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും നമുക്ക് അസൈൻമെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള അസൈൻമെൻറ്റുകളൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ മുൻകൂട്ടി എഴുതി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ എക്സാം എഴുതുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്നിരുന്നാലാണ് ആ എക്സാമിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി റൂളിൽ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് വരികയാണെങ്കിൽ, റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കും നിങ്ങളുടെ തിയറി പേപ്പറിൻ്റെ മാർക്കും വന്നതിന് ശേഷം മാത്രമാണ് ആ ഒരു സബ്ജക്റ്റിന് റിസൾട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുള്ളൂ. അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് ആയിരിക്കും. ഒന്നുകിൽ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വരാൻ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എക്സാം എഴുതുന്നതിനേക്കാൾ മുൻപ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതല്ലേ ഉടനെ റിസൾട്ട് വരുന്നു. അപ്പം അതും നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ച് ഡിലേ ആയിട്ടാണ് വരുള്ളൂ. പല സ്റ്റഡി സെൻറ്റേഴ്സും പല ടൈമിലാണ് മാർക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. മിക്കവാറും അതിന് മുൻപ് നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇനി റിസൾട്ട് വരുമ്പോൾ, എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എന്നാലും ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തന്നേ ഉള്ളൂ. അപ്പോൾ അസൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കുക. അതുപോലെ എക്സാം എഴുതാൻ പോകുന്നവർ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അതായത് ആ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതും നിങ്ങൾ റെഫർ ചെയ്തിട്ട് വേണം എക്സാമിന് പോകുന്നതിന് വേണ്ടിയിട്ട്. ഇനിയും എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസ് ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ പഠിച്ചു തുടങ്ങാൻ സമയമില്ല എന്ന് നമുക്കറിയാം.
ലാസ്റ്റ് മൊമെൻറ്റിൽ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറും അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ നല്ല രീതിയിൽ റെഫർ ചെയ്യുക. എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. പഠിക്കാനിരിക്കുന്ന സമയം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എക്സാമിനെ കുറിച്ച് യാതൊരു ടെൻഷനും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്ത് പാസ്സാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ കുറച്ച് ദിവസങ്ങളെ നമ്മുടെ മുൻപിലുള്ളൂ എന്നറിയാം, അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി അസൈൻമെൻറ്റ് റിലേറ്റ് ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക്